ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ടു ലളിതം സുന്ദരം. ഇന്ന് ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം ആചരിക്കുന്ന ദിവസം. അപ്പോൾ വിവിധ ഭാഷയും സംസ്കാരങ്ങളും ബഹുഭാഷകളും പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ യുനെസ്കോ ആസ്ഥാനത്തിലും അംഗരാഷ്ട്രങ്ങളിലും ലോക മാതൃഭാഷാ ദിനം വർഷം തോറും ആചരിക്കുന്നു. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 21, 2025. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ലോക മാതൃഭാഷാ ദിനമായി മാറിയിട്ട് 25ാം വാർഷികമാണ്. അതായത് രജത ജൂബിലി ആണെന്നർത്ഥം. ലോക ജനത അവരവരുടെ മാതൃഭാഷയ്ക്കായി നീക്കി വച്ചിരിക്കുന്ന ഒരു ദിവസം. ഭാഷയെ ആദരിക്കാനും സംരക്ഷിക്കാനും ഭാഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കാനും എല്ലാറ്റിനും നീക്കി വച്ചിരിക്കുന്ന ഒരു ദിവസം. അപ്പോൾ നമ്മുടെ മഹാകവി വള്ളത്തോളിൻ്റെ വരികൾ: മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ഈ വരികൾ ഈ ഒരു ദിവസം മാത്രം മലയാളികൾ ഓർക്കാറുണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസങ്ങളൊക്കെ ഈ വരികളൊക്കെ വിസ്മൃതിയിലാണ്ട് പോകും. അപ്പം നമുക്ക് ഇതെങ്ങനെ ലോക മാതൃഭാഷാ ദിനമായി, അതിൻ്റെ ഉറവിടം എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്നാണ് ഈ ഒരു മാതൃഭാഷാ ദിനത്തിൻ്റെ ഒരു ഉറവിടം എന്ന് പറയാം. കാരണം പാക് വിഭജനത്തിന് മുൻപ് കിഴക്കൻ പാകിസ്ഥാനിലായിരുന്നു ഈ ബംഗ്ലാദേശ് എന്നത്. അന്ന് അവിടുത്തെ പാകിസ്ഥാൻ സർക്കാർ ഔദ്യോഗിക ഭാഷയായിട്ട് പ്രഖ്യാപിച്ചിരുന്നത് ഉറുദു ആയിരുന്നു. എന്നാൽ ബംഗ്ലയായിരുന്നു ബംഗ്ലാദേശികളെല്ലാം സംസാരിച്ചിരുന്നത്. അപ്പോൾ അവരുടെ ആഗ്രഹം ഈ ഉറുദു ഭാഷ മാറ്റിയിട്ട് ബംഗ്ല എന്നുള്ളത് ഔദ്യോഗിക ഭാഷയാക്കണം എന്നുള്ളൊരു ചിന്ത അവരിൽ കുറച്ച് നേതാക്കന്മാർക്കുണ്ടായി. അതിനുവേണ്ടി അവർ പാകിസ്ഥാൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചെങ്കിലും അവരത് ചെവിക്കൊണ്ടില്ല. പിന്നീട് കുറച്ച് നേതാക്കളൊക്കെ കൂടി ഈ ബംഗ്ല ഔദ്യോഗിക ഭാഷയാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭം പോലീസുകാരും മറ്റുള്ള സർക്കാരും ഒക്കെ പ്രതിരോധിച്ചോട് കൂടിയിട്ട് കുറേ പേര് കൊല്ലപ്പെടുകയും പിന്നെന്താ ഈ പാകിസ്ഥാൻ സർക്കാർ അവരുടെ നിലപാടിൽ നിന്ന് മാറാതാവുകയും ചെയ്തു. അങ്ങനെ കുറേ പേര് ഈ മാതൃഭാഷയ്ക്ക് വേണ്ടി കൊല്ലപ്പെട്ടത് മനസ്സിലാക്കിയിട്ടോ എന്തോ ഈ ഐക്യരാഷ്ട്രസഭ ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായിട്ട്, ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ 1999 നവംബർ 17 യുനെസ്കോ ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ സ്വന്തമായിട്ട് ഒരു മാതൃഭാഷ നമുക്കെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഭാഷകളുടെ വൈവിധ്യം, വിവിധങ്ങളായിട്ടുള്ള സംസ്കാരം, ഇതൊക്കെ ആഘോഷിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഈ ദിനം ആചരിക്കുന്നത്. ഇപ്പം മലയാളികളെ സംബന്ധിച്ച്, ഇപ്പം നമുക്ക് കേരളത്തിലേക്ക് വരാം. മലയാളികളെ സംബന്ധിച്ച് കേരളത്തിലും ലക്ഷദ്വീപ്, മാഹി ഇവിടങ്ങളിലൊക്കെ മലയാളമാണ് മാതൃഭാഷ. പക്ഷേ നമ്മൾ മലയാളികൾക്ക് മലയാളം അറിയില്ല എന്ന് പറയാനാണ് കൂടുതലിഷ്ടം. അപ്പോൾ നമുക്ക് അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു റിയാലിറ്റി ഷോ ഇപ്പോൾ ഇന്നാൾ കാണാനിടയായി. അതിലൊരു കർണാടകയിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയോട് കുട്ടി നന്നായി മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മലയാളമൊക്കെ ഇങ്ങനെ ഇത്ര നന്നായി പഠിച്ചത് എന്ന് ജഡ്ജസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി പറയുന്നുണ്ട്, എനിക്കൊരു മലയാളി സുഹൃത്തുണ്ട്, ചില വാക്കുകളൊക്കെ അവളോട് ചോദിക്കും, പക്ഷേ അവൾക്ക് എൻ്റെ അത്രയും മലയാളം അറിയില്ല എന്നുള്ളൂ. അപ്പോൾ നിങ്ങളത് ഒരു വിരോധാഭാസം ചിന്തിച്ച് നോക്കണം. കാരണം മലയാളിയായിട്ടുള്ള കുട്ടിക്ക് മലയാളം അറിയില്ല. ഈ കന്നഡയിൽ വളർന്ന കന്നഡ ഭാഷ അറിയാവുന്ന കുട്ടി മലയാളം വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലജ്ജിക്കുന്ന ഒരവസ്ഥയല്ലേ നമ്മൾ കാണുന്നത്. അല്ലെങ്കിലും എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും ചില ചാനലുകളിലും അവതാരകന്മാർ പിന്നെയും കുറച്ച് ഭേദമാണ്. അവതാരകന്മാരാണ് ആങ്കേഴ്സ്.
ഈ ലേഡി അവതാരകമാരി ഇവർ ചെയ്യുന്നത് ഇംഗ്ലീഷുമല്ല മലയാളത്തിലുമല്ല എന്തൊക്കെയോ അങ്ങനെ കുഴച്ച് പറയുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് തന്നെ വളരെയധികം അരോചകമായിട്ട് തോന്നാറുണ്ട് പല ഇൻ്റർവ്യൂസും കാണുമ്പോൾ. മലയാളി നടന്മാരെയും നടിമാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് ഇവർ. അതുപോലെ സാംസ്കാരിക നായകന്മാരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. പക്ഷേ ഇവരുടെ മലയാളം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് ആ ചാനൽ നമ്മൾ മാറ്റാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ, അങ്ങനെ നമ്മൾ മാറ്റി പോകുന്നതെന്ന് മാത്രം. അപ്പം 3.25 കോടി ജനങ്ങൾ കേരളത്തിലുണ്ട്. അവരൊക്കെ മലയാളം സംസാരിക്കുന്നു. 2013 മെയ് 23 മലയാളം ശ്രേഷ്ഠ ഭാഷയായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. എന്നിട്ട് ഇന്നും മലയാളം പോരാട്ടത്തിൻ്റെ പാതയിലാണ്. പിന്നെ കുറച്ചൊരു ആശ്വാസമുള്ളത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വരികയാണെങ്കിൽ അത് കൂടുതൽ മികവിനായുള്ള ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തെ ആയിരിക്കും നമുക്ക് മുന്നിൽ എത്തിക്കുന്നത്. 1 മുതൽ 12ാം ക്ലാസ് വരെ ഏകീകരണം, ദേശീയ സിലബസിന് സമാനമായിട്ടുള്ള ഷിഫ്റ്റ് സമ്പ്രദായം, അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ്, അതായത് നൈപുണി. ഓരോ കുട്ടിക്കും എല്ലാവർക്കും അക്കാഡമിക്സിൽ മാത്രമല്ല പല പല നൈപുണികളുണ്ടാവും. എല്ലാ കുട്ടികൾക്കും പല പല സ്കിൽസ് ഉണ്ടാവും. അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വിദ്യാഭ്യാസ രീതിയായിരിക്കും നടത്തുന്നത് എന്നാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. അത് നടന്നാൽ നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എല്ലാ കുട്ടികളും മലയാളം പഠിച്ചിരിക്കണം. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ മലയാളം നിർബന്ധമാക്കണം. അത് ഏത് സിലബസിലായിക്കോട്ടെ. ഈ മലയാളം പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ? എന്ത് തന്നെയായാലും അത് നേട്ടമേ ഉണ്ടാക്കുകയുള്ളൂ. കാരണം ഏറ്റവും നല്ല വിശ്വസാഹിത്യ കൃതികളൊക്കെ മലയാളത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. കവിതകളായാലും കഥകളായാലും നോവലായാലും. ഇപ്പോൾ ഈ ഡിജിറ്റൽ സംസ്കാരത്തിൽ വായന വളരെയേറെ കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വായിക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് യാതൊരു ചുറ്റുപാടിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധമോ ഒരു എന്താ പറയുക ഒരു ബുദ്ധിവികാസമോ ഒന്നുമില്ല. അവർ അക്കാഡമിക്സിലൊക്കെ ബ്രില്യൻ്റ് ആയിരിക്കും. പക്ഷേ ഇവർക്ക് ലോകത്തെ പറ്റിയിട്ട് ചുറ്റുപാടിനെ പറ്റിയിട്ട് അവനവൻ്റെ സേഫ്റ്റിയെ കുറിച്ചിട്ട് അങ്ങനെയുള്ളൊരു അവബോധമൊന്നും കുട്ടികൾക്ക് കാണുന്നില്ല. അപ്പോൾ വായനയിലൂടെ മാത്രമേ ഇതൊക്കെ കുട്ടികൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരുടെയും വിചാരങ്ങളെ മനസ്സിലാക്കാനും എന്താണ് ബന്ധങ്ങൾ, അത് വളരുന്നതിനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കുവാൻ ഈ കുട്ടികൾക്ക് വായനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ആരിപ്പോൾ വായിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ വിശ്വസാഹിത്യ കൃതികൾ, കവിതകൾ, ഇതിനെക്കുറിച്ചൊക്കെ എല്ലാ കുട്ടിയും അറിഞ്ഞിരിക്കണം. ഇപ്പോഴും ചില സിലബസുകളിൽ 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഹിന്ദിയാണ് 2ാം ഭാഷയായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു ജനറേഷനിൽ പ്രീ ഡിഗ്രി തൊട്ടാണ് 2ാം ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുകയുള്ളൂ, ഹിന്ദിയാണോ മലയാളമാണോ എന്നുള്ളത്. പക്ഷേ ഇന്ന് മലയാളികൾക്ക് തന്നെ മലയാളം അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു എളിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിനെ ഉയർത്തുവാൻ മലയാളികൾ തന്നെ വിചാരിക്കണം. പണ്ടത്തെ പോലെ 1 തൊട്ട് 10 വരെ മലയാളം നിർബന്ധമാക്കണം. അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇതിലൂന്നിയായിരിക്കണം വിദ്യാഭ്യാസവും കാര്യങ്ങളും. അതുപോലെ കുട്ടികളെ നല്ലോണം വായിക്കുവാൻ പ്രേരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ആയാൽ നാട് നന്നാവുകയേ ഉള്ളൂ എന്നാണ് ഏതൊരു സാധാരണക്കാരനോട് ചോദിച്ചാൽ അവരുടെയൊക്കെ അഭിപ്രായം. അപ്പോൾ ലോക മാതൃഭാഷാ ദിനത്തെക്കുറിച്ചും നമ്മൾ മലയാളത്തിനെ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യേണ്ടതിനെക്കുറിച്ചിട്ടും ഏകദേശം ഒരു ധാരണ നിങ്ങൾക്കെല്ലാവർക്കും കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.